നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചരണം ശക്തമാക്കി എല്ലാ മുന്നണിയിലെ സ്ഥാനാർത്ഥികളും അങ്ങനെ പ്രചരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്. മിനിസ്റ്ററെ, നിയമം എന്ന് പറയുന്നത് കേരളത്തിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ളൊരു മണ്ഡലമാണ്. നിയമത്തെ ജനങ്ങൾ ഒപ്പം നിൽക്കുമെന്ന് വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും അവർ ഒരു പ്രാവശ്യം ഒഴികെ ബാക്കി എല്ലാ പ്രാവശ്യവും ഒപ്പം നിന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാരണമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അത് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. മന്ത്രി എന്നുള്ള നിലയിൽ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും തൊഴിൽ മേഖലയായിരുന്നാലും ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് BJPയുടെ പ്രതിനിധി പ്രാവശ്യം MLA ആയിരുന്നപ്പോഴും അതിനുശേഷം ഞാൻ MLA മന്ത്രിയായിരുന്നപ്പോൾ തമ്മിലുള്ള വ്യത്യാസം അവർക്ക് നേരിട്ട് ബോധ്യമാണ്. അവർക്ക് നേരിട്ട് അവരുടെ നഗ്ന ദൃഷ്ടികളുകൊണ്ട് തന്നെ കാണാൻ കഴിയുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. വെള്ളത്തിൽ വരച്ച പോലെയല്ല. വാഴമുട്ടം എന്ന് പറഞ്ഞ സ്കൂളിന് 12.5 കോടി രൂപ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. 23 സ്കൂളുള്ളതിൽ 19 സ്കൂളും പുതിയ കെട്ടിടങ്ങളായെന്ന് പറഞ്ഞാൽ നേരിട്ട് കാണുന്നതിനുണ്ട് കഴിയും. അവിടെ നമ്മുടെ നേമത്ത് താലൂക്ക് ആശുപത്രിക്ക് ഏതാണ്ട് 2 പടുകൂറ്റൻ കെട്ടിടങ്ങൾ കെട്ടി തീരാറായി. അവിടെ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ബ്ലോക്കാണ് കെട്ടിക്കൊണ്ട് ഇരിക്കുന്നത്. തിരുമല തൃക്കണ്ണാമല റോഡ് 20 വർഷക്കാലമായിട്ട് നടക്കാത്ത റോഡ് ഇപ്പോൾ 23 കോടി രൂപ കൊടുത്ത് പൂർത്തീകരിച്ചെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ മുടവമുകൾ സത്യനഗർ പാലം 12 കോടി രൂപ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നിങ്ങളെല്ലാം വന്നതാണ്. അപ്പോൾ അതുപോലെ IT നമ്മളെ മണ്ഡലത്തിൽ ഞാൻ IT-യുടെ മന്ത്രി കൂടിയാണ്. പുതിയൊരു IT സ്ഥാപിച്ചു ചാലയിൽ. അത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ്. കേസ് എന്ന് പറയുന്ന കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് എൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു കേന്ദ്രം പാപ്പനംകോട് സ്ഥാപിച്ചു. അതിനെ ഒരു പെർമനൻറ്റ് കെട്ടിടം കരമന സ്കൂളിനോട് ചേർന്ന് നിർമ്മിക്കുന്ന സാധിച്ചു. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ആർക്കും ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. രാഷ്ട്രീയത്തിൽ ഞാൻ ഉറച്ച ഒരു മതേതരത്വ നിലപാട് എടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ടവനും സാധാരണക്കാരനോട് എന്നും ഞാൻ കൂറ് പുലർത്തിയിട്ടുണ്ട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഞാൻ ഇലക്ഷന് മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചതാണ്. മേയറായി ഞാൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചതാണ്. പിന്നെ ഈസ്റ്റ് മണ്ഡലത്തിൽ MLA ആയിരുന്നു. അങ്ങനെ മത്സരിച്ചപ്പോഴൊക്കെ തന്നെ ജനങ്ങൾ നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. അത് വെറുതെ ഒരു പിന്തുണ നൽകില്ലല്ലോ. അവർക്ക് ഉത്തമ ബോധ്യമുള്ള കാരണങ്ങളാൽ ആണ് അവർ പിന്തുണ നൽകുന്നത്. ഈ പ്രാവശ്യം അവർ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ്സുകാരും BJPയും കൂടെ ഐക്യത്തിൽ നിന്നുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല. ആ രാഷ്ട്രീയമൊന്നും ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഈ എതിരെ നിൽക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ ഒരു ശക്തമായ മത്സര മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാമോ? ഞാനത് നിങ്ങൾ മാധ്യമങ്ങൾ പറയേണ്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അത്രയും അദ്ദേഹം മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഇന്ത്യയിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് മാനേജറാണ്. നിരവധി സ്ഥാപനങ്ങളുടെ കുത്തക മുതലാളിയാണ്. അദ്ദേഹത്തിനോടുള്ള മത്സരം ഒരു ചാനലിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിനോടുള്ള മത്സരം വളരെ ഈസിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പറയുന്ന മണ്ടത്തരമായിരിക്കുമല്ലോ പറയുന്നത്, അഹങ്കാരമായിരിക്കും അങ്ങനെ പറയുന്നത്. അത് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് പക്ഷേ ഒരു കാര്യം നിയമത്തെ ജനങ്ങൾ മുൻഗണന കൊടുക്കുമെന്ന് തോന്നുന്നു. ഒരു ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് നേരിടാൻ വേണ്ടി പറ്റില്ല. ജനാധിപത്യത്തെ ജനാധിപത്യ ആശയങ്ങൾ കൊണ്ട് മാത്രമേ നേരിടാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ എനിക്കൊരു മുൻഗണന ഈ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വികസിത കേരളം എന്ന് പറയുന്നതാണ്. ഈ വർഷങ്ങളായി 2 മുന്നണികളും മാറി മാറി ഭരിച്ച് കേരളത്തിൽ വികസനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് BJP പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനം കേരളം, ക്രമസമാധാനത്തിൽ 1-ാം സ്ഥാനം കേരളം, ആരോഗ്യത്തിൽ 1-ാം സ്ഥാനം കേരളം, പിന്നെ പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനം കേരളം, അഴിമതിരഹിത സംസ്ഥാനം എന്ന നിലയിൽ 1-ാം സ്ഥാനം കേരളം. ഇതാരാണ് നിശ്ചയിച്ചിരിക്കുന്നത്? മോദിയുടെ വകുപ്പാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കേന്ദ്ര മന്ത്രാലയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഞങ്ങളാരും നിശ്ചയിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഇന്ത്യ 2-ാം സ്ഥാനമാണ്, കേരളം 2-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം പഞ്ചാബാണ്. അതാരാ പ്രഖ്യാപിച്ചിരിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അല്ല വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും BJPയുടെ മണ്ടത്തരം വാദമുഖങ്ങളായിരിക്കും.
ഈ പൂക്കി മിനിസ്റ്റർ എന്നാണ് പൊതുവെ വിദ്യാഭ്യാസ മന്ത്രി അറിയപ്പെടുന്നത്. അപ്പോൾ കുട്ടികൾക്കായാലും അതുപോലെ തന്നെ ജനങ്ങൾക്കായാലും അടുത്തിടപഴകാൻ പറ്റുന്ന ഒരു മന്ത്രിയാണ്. പൂക്കി മിനിസ്റ്ററാണോ? എന്താ മിനിസ്റ്ററെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? നല്ലത്, നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. മിനിസ്റ്ററുടെ അടുത്ത് സംസാരിക്കാനൊക്കെ പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പേടിയൊന്നുമില്ല. മിനിസ്റ്ററെ പിള്ളേർക്കൊന്നും പേടിയൊന്നും ഒരു പേടിയില്ല. ഫോണിൽ വരുന്ന ഫോൺ ഞാനിപ്പം കാണിച്ചു തരാം. ആ കേരള സിലബസ് GCC പഠിക്കുന്ന +2 സ്റ്റുഡന്റ് ആണ്. ആ എന്താ വേണ്ടത്? അപ്പൊ സാറ് CBSE ICSE ഒക്കെ ക്യാൻസൽ ചെയ്തല്ലോ +2 എക്സാം. ആ അപ്പോ ഞങ്ങളത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡൽ എക്സാമിന്റെ മാർക്കാണ് ഇവർ ഫൈനലൈസ് ചെയ്യാന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന്. ആ അതെങ്ങനെ ശരിയാവുക? കാരണം നമ്മൾ പബ്ലിക് എക്സാം എഴുതുന്ന രീതിയിലല്ലല്ലോ മോഡൽ എക്സാം എഴുതുക. അതോ ഞാൻ സെക്കൻഡ് മോഡൽ സ്കൂളിലെ കാലത്ത് സെക്കൻഡ് മോളെ സ്കൂളിലാ UAE-ലുള്ളൊരു സ്കൂളിലാണ്. UAE-ലുള്ള സ്കൂളിലാണ്. നമുക്ക് പ്രശ്നം ആവശ്യമാണ്. ഞാനാ നോക്കാം. നിങ്ങൾ CBSE സിലബസ് അല്ലേ? അല്ല, കേരള സിലബസ്. ഓ കേരള സിലബസ് ആണ്. അപ്പോൾ എന്താ ഇപ്പോൾ വേണ്ടത്? ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ടത് അല്ല ബോർഡ് എക്സാമിൻ്റെ മാർക്ക് എടുക്കുന്നില്ല. പിന്നെ പരീക്ഷ നടത്തിയിട്ട് എടുക്കുന്നുള്ളൂ. പരീക്ഷ നടത്തുന്നതല്ലേ നല്ലത്? അതെ, പരീക്ഷ നടത്തുന്നതാണ് നല്ലത്. അഥവാ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് നോക്കിയ +1 എക്സാമിന്റെ മാർക്ക് എടുക്കണം എന്നാ പറഞ്ഞത്. അല്ല അത് നമ്മളല്ലേ തീരുമാനിക്കണം. അതങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഇല്ല നോക്കാതെ. മോളെ പേരെന്താ? എൻ്റെ പേര് ഐഷ. അവിടെ പിന്നെ UAE ഏത് സ്കൂളിലാണ്? സ്കൂളിന്റെ പേര് നമുക്ക് പ്രശ്നം വെച്ചിട്ടാണ്. മന്ത്രിയുടെ അല്ലേ പറഞ്ഞ? കുഴപ്പമില്ല, ഞാരുടെയും പറയില്ല. നമുക്ക് പ്രശ്നമില്ലല്ലോ, എല്ലാവരും ഉറപ്പല്ലേ? ഞാനല്ലേ പറയുന്നത് പ്രശ്നമാവില്ലെന്നത്. അങ്ങനെ മന്ത്രിയെ പിന്നെ എന്ത് ധൈര്യത്തിലാണ് നേരിട്ട് വിളിച്ചത്? മന്ത്രിയെ വിളിക്കാൻ പേടിയൊന്നുമില്ലേ? നമുക്ക് പരിഹരിക്കാം കേട്ടോ. ന്യായമായ രൂപത്തിൽ പരിഹരിക്കാം കേട്ടോ. ഓക്കെ. ഇത് UAE എന്ന് പറയാണ്. ഇതേപോലെ വിളി ഇതുപോലെ എത്ര വിളികൾ ഒരു ദിവസം വരാറുണ്ട്? ഈ പേരില്ലാത്ത കോളം മുഴുവൻ അങ്ങനെയുള്ള കോള. ഞാൻ ഒത്തിരി കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കൊന്നും പേടികൂടാതെ സമീപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രി കൂടിയാണ് ശിവൻകുട്ടി. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ നേമം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതും. ക്യാമറാമാൻ വിജു മുരളീധരനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.